ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രവിയേട്ടൻ വിളിച്ചിട്ട് ആ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ അത് എന്ത് ചെയ്താലും സമ്മതിച്ചു കൊടുക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് മകള് വണ്ടി ഓടിച്ച് വരുന്നു. അച്ഛന്റെ കോള് വന്നു. അച്ഛൻ, ഞാൻ സ്റ്റുഡിയോയിൽ എത്താറായി, ഒരു 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഫോണും വിളിച്ച് മകൾ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോഴേക്കും ഒരു സ്ത്രീ അതെല്ലാം നടന്നു വരുന്നു. ആ പാവത്തിനെ ഇടിച്ചിട്ടിട്ട് വർഷ അങ്ങ് പോയി. വർഷ നിർത്തിയില്ല, തിരിച്ചു പോയി. അപ്പോഴേക്കും എന്തൊരു മര്യാദകേട്ടാടി നീ കാണിച്ചത്, ഒരാൾ ഇടിച്ചിട്ടിട്ടാണോട് ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ ആൾക്കാർ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു. അപ്പോഴേക്കും ശ്രീ അതുവഴി വന്നു. ശ്രീ വേഗം ചേച്ചിയെ പിടിച്ച് ഏൽപ്പിച്ചു. പക്ഷെ ശ്രീ അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രീ ആ വണ്ടിക്ക് പിന്നാലെ പോയി. എടി നിർത്തുന്നും പറഞ്ഞു പിന്നാലെ പറന്നു പോവുക. അങ്ങനെ കുറച്ച് ദൂരം അങ്ങ് ചെന്നു. ഈ വർഷയുടെ വണ്ടിക്ക് മുന്നേ കൊണ്ടുവന്ന് വെച്ചു തന്റെ ബൈക്ക്. നീ എങ്ങോട്ടാടി ഒരാൾ ഇടിച്ചിട്ടിട്ട് ഓടുന്നതെന്ന് ചോദിച്ചു. താനെന്തിനാണ് എന്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഇഡിയേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നു. തനിക്ക് എന്താ വേണ്ടേ, ആരാ നീ എന്നൊക്കെ ചോദിച്ചപ്പം, നീ ആരാ, കൊള്ളക്കാരിയോ, മുഖമൊക്കെ മറച്ച് എന്താ അടിയത്, വല്ല ബാങ്കും കൊള്ളയടിച്ച് രക്ഷപ്പെടുകയാണോ എന്നൊക്കെ ശ്രീ ചോദിച്ചു. അതാണോ ആ സ്ത്രീയെ ഇടിച്ചിട്ടിട്ട് നീ നിർത്താതെ പോയെന്ന് ചോദിച്ചപ്പം, കൊള്ളക്കാരി നിന്റെ എന്നെ കൊണ്ട് വെറുതെ അനാവശ്യം പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പം, നിന്റെ തിരുമോന്തി ഒന്ന് കാണട്ടെ, ആ ഷോളൊന്ന് അഴിക്കാൻ പറഞ്ഞു. അഴിക്കടി ഇങ്ങോട്ടെന്ന് പറഞ്ഞു ശ്രീ അഴിപ്പിച്ചു. അപ്പോഴേക്കും വർഷ പറഞ്ഞതുപോലെ തന്നെ ഷോൾ ഇങ്ങനെ അഴിച്ചു. ഷോൾ അഴിച്ചപ്പോഴേക്ക് നമ്മുടെ ശ്രീ ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലേ. എന്തായാലും ആ ഷോൾ അങ്ങ് അഴിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീക്ക് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരിയെ. ആ സമയത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കോട്ടോ. അതെ, സുന്ദരിമാരായ പെൺകുട്ടികളുടെ പിന്നാലെ വരിക, സീൻ ഉണ്ടാക്കുക, പിന്നെ ഇതിന്റെ പേരിൽ സോറി പറയാൻ പിന്നാലെ നടക്കുക, ഫോൺ നമ്പർ മേടിക്കുക, വിളിക്കുക. ഇതിനൊക്കെ ആണെങ്കിലേ താൻ വേറെ ആളെ നോക്കിയാൽ മതി എന്ന് വർഷ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ശ്രീ ഇങ്ങനെ നിൽക്കുക. സുന്ദരി പെൺപിള്ളേരെ കാണുമ്പോൾ ഇവന്റെയൊക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേനും ചുറ്റിനും നമ്മുടെ ശ്രീ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വർഷയും നോക്കുന്നു. സുന്ദരിയോ, എവിടെ, ഞാൻ കണ്ടില്ലല്ലോ, ഇവിടെ സുന്ദരിമാരൊന്നും കാണുന്നില്ലല്ലോ. അപ്പോഴേക്കും തനിക്ക് എന്താടോ കണ്ണില്ലേ എന്ന് വർഷ ചോദിച്ചു. എന്റെ മുഖത്തേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പൊ തനിക്കല്ലേ കണ്ണില്ലാത്തത്, അതുകൊണ്ടല്ലേ ആ ആന്റി ഇടിച്ചിട്ടതെന്ന് ചോദിച്ചു. അത് ആ ആന്റിയുടെ തെറ്റാണെന്നും അവരാണ് എന്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് കയറിയതെന്നും പറഞ്ഞു. അപ്പോ അല്ല, നീ ആ ഇടിച്ചിട്ടത് ഞാൻ കണ്ടതാണെന്ന് ശ്രീ വർഷയോട് പറയുക. മര്യാദ വേണം, മര്യാദ പറഞ്ഞു മനസ്സിലായോ. അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പോലും നോക്കാതെ താൻ വണ്ടി എടുത്തോണ്ട് പോയില്ലേ, അത് അവരുടെ തെറ്റാ, ഞാനെന്തിനെ അവരെ ശ്രദ്ധിക്കണമെന്നൊക്കെ ചോദിച്ചു. വണ്ടി എടുത്ത് മാറ്റുക, എനിക്ക് പോണം, അർജന്റ് ആണെന്ന് പറഞ്ഞു. വർഷ പോകാൻ തുടങ്ങുമ്പം താൻ പോയത് തന്നെ, ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ തന്നെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ നടന്നത് തന്നെ, അത്രയ്ക്ക് വിഷമമാണെങ്കിലേ ഇയാൾ തന്നെ അങ്ങ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ വർഷ വണ്ടി എടുത്ത് പോകാൻ തുടങ്ങിയപ്പോഴേക്കും വർഷയുടെ വണ്ടിയുടെ ചാവി ഊരിയെടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടെ നടുവഴി കിടന്നിങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ്. അവർക്കുള്ള കാശ് അല്ലെങ്കിൽ താൻ കൊടുക്കുക, അവർ തന്നെ ഹോസ്പിറ്റലിൽ പൊക്കോളും, താൻ അവർക്കുള്ള പൈസ കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ കീ തരാനാ പറഞ്ഞു. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ലെന്നൊക്കെ പറഞ്ഞപ്പം, ഓഹോ നീ എന്താ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സംസാരിക്കണം. നമ്മുടെ സ്ത്രീയെ സംസാരിച്ച സമയം കളയുക, കാശ് എടുക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സംസാരിക്കണം. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് വന്നു. എന്നിട്ട് ആ ചേച്ചി ഇടിച്ചിട്ടപ്പോ കണ്ട രണ്ട് വ്യക്തികൾ, നിനക്കൊന്ന് മനസാക്ഷിയില്ലടിയും, തിരിഞ്ഞു പോലും നോക്കാതെ അവളൊക്കെ പോന്നിരിക്കുന്നു, കഷ്ടം എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ട് അവരങ്ങ് പോയി. പിന്നെ ഇവിടെ നിന്നാ പണിയാവുമല്ലോ എന്നോർത്ത് വർഷ നമ്മുടെ ശ്രീയുടെ കയ്യിൽ കാശ് കൊടുത്തു. ശ്രീ അന്നേരം ആ കാശും കൊണ്ട് അവിടെ നിന്ന് പോയി. വർഷയ്ക്കാണെങ്കിൽ സമയവും പോയി, വർഷയ്ക്ക് കലിപ്പും കയറി. വർഷ എന്നിട്ട് ഫോൺ എടുത്ത് ആ വണ്ടിയുടെ നമ്പർ വരെ സെറ്റ് ചെയ്തു, അതായത് ശ്രീയുടെ വണ്ടിയുടെ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് സച്ചിയെയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയൊക്കെ. അപ്പൊ രേവതിയെ കൊച്ചിനെ മടിയിൽ വെച്ച് ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ച് ഇങ്ങനെ കൊണ്ടുപോകുക. അപ്പൊ കൊച്ച് അമ്മയോട് മൊബൈൽ ചോദിച്ചു. മൊബൈൽ തരില്ല, അമ്മയുടെ ഫോണിൽ ചാർജ് കുറവാ, ഇനി കളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ കളിക്കാനല്ല ഞാൻ ഫോൺ ചോദിച്ചത്, ഈ ആന്റിയുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് കൊച്ചു പറഞ്ഞു. സെൽഫിയിൽ ആന്റി മാത്രം മതി, ഞാൻ വേണ്ടെന്ന് സച്ചി ചോദിച്ചു. ഈ ആന്റിയെ കാണാനേ നല്ല ഭംഗിയുണ്ടെന്ന് കൊച്ചു പറഞ്ഞു. എന്റെ ആന്റി വരുമ്പോ കാണിച്ചു കൊടുക്കാനാ ഞാൻ സെൽഫി എടുക്കുന്നത്. നീ ആള് കൊള്ളാവല്ലോ, അതെന്താണ് ഞാൻ സുന്ദരനല്ലേന്ന് ചോദിച്ചു. എന്റെ അത്ര സുന്ദരനൊന്നും അല്ല അല്ലേ ആന്റി എന്നൊക്കെ കൊച്ചി പറഞ്ഞു. പിന്നല്ല, ആദ്യക്കുട്ടിന്റെ അത്രയും ഭംഗി ഇവിടെ ആർക്കും ഇല്ല എന്നൊക്കെ നമ്മുടെ രേവതി ഇരുന്ന് പറയാട്ടോ. അങ്ങനെ ഇവര് തമ്മിൽ വർത്തമാനമൊക്കെ പറഞ്ഞു പോണു. അപ്പോഴേക്കും കൊച്ചിന്റെ ഫോൺ ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഈ സമയം ആ മകളുടെ കാര്യങ്ങൾ, അതായത് ഈ കുഞ്ഞിന്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ മോള് കല്യാണം കഴിക്കാൻ പോവുകയാണെന്നും അതുപോലെ ഞങ്ങളാരും കണ്ടിട്ടില്ല, അവൾക്ക് ഇഷ്ടപ്പെട്ടു, അവൾ ഉറപ്പിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം നന്നായി വരണേ എന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് പോലും കാണിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ ലവ് മാരേജ് ആണല്ലേ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. നിങ്ങളും ലവ് മാരേജ് ആണോ എന്നിങ്ങനെ ആ അമ്മ ചോദിച്ചപ്പോഴേക്കും ഇവര് രണ്ടുപേരും ഇങ്ങനെ നോക്കി. എന്നിട്ട് അല്ലമ്മ, വീട്ടുകാർ ഉറപ്പിച്ചതാണെന്നുള്ള കാര്യം രേവതി പറയാം. കണ്ടാ പ്രേമിച്ച് കിട്ടിയതാണെന്നേ തോന്നുള്ളൂ കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. ആന്റി നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് കൊച്ചു ചോദിച്ചപ്പം, ആദ്യം നീ നിന്റെ ആന്റി എനിക്ക് കാണിച്ചതാ, എന്നിട്ടല്ലേ എന്നെ നിന്റെ ആന്റിക്ക് കാണിച്ചു കൊടുക്കുന്നേന്ന് ചോദിച്ചു. അത്രേ ഉള്ളോ, ഇപ്പൊ കാണിച്ചാറേ, ഇതിലുണ്ട് ഫോട്ടോ എന്നും പറഞ്ഞിങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അയ്യോ ഫോൺ ഓഫ് ആയല്ലോ,
ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ചാർജ് തീരും കളിക്കണ്ടെന്ന്, ഇപ്പൊ ഓഫായില്ലേ, ഇനി എന്ത് ചെയ്യും എന്ന് അമ്മ കൊച്ചിനോട് ചോദിക്കാം. അപ്പൊ എനിക്ക് ആന്റിയുടെ കൂടെ സെൽഫി എടുക്കാൻ പറ്റിയില്ലല്ലോ, നീ എന്നെ കൂട്ടി സെൽഫി എടുക്കാൻ വരാതിരുന്നത് കൊണ്ടാ ഫോൺ ഓഫായി പോയതെന്ന് സച്ചി പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ എന്റെ ഫോൺ തരാം, പക്ഷെ എന്നെ കൂട്ടണം എന്ന് പറഞ്ഞു. ശരി കൂട്ടാവെന്ന് പറഞ്ഞു. അങ്ങനെ അവരവിടെ നിന്ന് സെൽഫി എടുക്കണു, സന്തോഷമായിട്ട് ഇങ്ങനെ പോണു. അങ്ങനെ അവർക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി. അങ്ങനെ അവർ രണ്ടുപേരും യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. താങ്ക് യു പറഞ്ഞു, ടാറ്റ കൊടുത്തു, അങ്ങനെയൊക്കെ അങ്ങ് പോവാം. ഇത് കഴിഞ്ഞ് പിന്നെ സച്ചിയും രേവതിയും വണ്ടിയിൽ പോണു. ഈ സമയത്ത് അച്ഛമ്മയുടെ കോള് വന്നു. അച്ഛമ്മേ ഇല്ലില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തും എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ഇതില് അവർ രണ്ടുപേരും കൂടി ഇരുന്ന് അങ്ങനെ അങ്ങ് പോണു. അപ്പോൾ ഈ അച്ഛമ്മ എന്നെ ഇങ്ങനെ സ്നേഹിച്ച ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ രേവതിയോട് അന്നേരം നമ്മുടെ സച്ചി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയാം. അങ്ങനെ അവർ തമ്മിൽ ആ കാര്യമൊക്കെ പറഞ്ഞ് വണ്ടിയിൽ പോകുമ്പോൾ ഇവിടെ തുള്ളിച്ചാടി വർഷ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഇതെന്താ മോളെ നീ എന്താ തിരിച്ചു വന്നേന്ന് ചോദിച്ചു. വർക്ക് ചെയ്യാനുള്ള എൻ്റെ എല്ലാ മൂടും പോയെന്ന് പറഞ്ഞു. അതോട് തിരിച്ചു വന്നതാണെന്നും പറഞ്ഞു. എന്താ മോളെ പ്രശ്നം എന്ന് ചോദിച്ചു. പോകുന്ന വഴി ഒരു സ്ത്രീ എൻ്റെ വണ്ടിയുടെ മുന്നിൽ വന്ന് ചാടി. വലിയ പരുക്കൊന്നും കാണാത്തത് കൊണ്ട് ഞാൻ അങ്ങ് പോയി. ഒരുത്തം വന്ന് എന്നെ ഫോളോ ചെയ്ത് എന്നെ നാണം കെടുത്തി. അപ്പൊ ഇന്ന് വരെ എന്നോട് ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല, ഞാൻ ക്യാഷ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ RTO ഓഫീസിൽ നിങ്ങൾക്ക് നമ്പറും കാര്യങ്ങളൊക്കെ എല്ലാം അറിയില്ലേ, അപ്പോൾ മോൾ ഉപദ്രവിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ അറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് മോള് നമ്പറൊക്കെ അച്ഛന് കൊടുത്തു. അച്ഛനാണെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് RTO ഓഫീസിലേക്ക് വിളിച്ചു പറയുന്നു. അങ്ങനത്തെ അതെല്ലാം സെറ്റ് ആക്കുവാണ് അച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ മകളാണ് തുള്ളിച്ചാടി അങ്ങ് പോയി. ചെറിയൊരു പ്രശ്നം ഉണ്ടിടാം. അപ്പൊ രവീന്ദ്രന്റെ മകൻ ആ സച്ചിയാണെന്നും പറഞ്ഞ ഡീറ്റെയിൽ കിട്ടി. അവൻ കാലിൽ വീണ് മാപ്പ് പറഞ്ഞാലേ പെൻഷൻ പാസ്സാക്കൂ എന്നുള്ള പറഞ്ഞായിരുന്നല്ലോ, അതിനയാൾ പ്രതികാരം ചെയ്തതാ നമ്മുടെ മോളോടെന്നൊക്കെ പറയുന്നതാണ് അമ്മയും അച്ഛനും കൂടി നിന്ന്. ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അവന്റെ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ ഉടൻ തന്നെ എന്നും പറഞ്ഞ് അങ്ങനെ ഫോൺ എടുത്ത് വിളിപ്പിക്കുന്നു ഭാര്യ ഭർത്താവിനെ കൊണ്ട്. അപ്പൊ എനിക്ക് തന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്നും പറഞ്ഞ് വേഗം ഫോൺ എടുത്ത് വിളിക്കുന്നു. താൻ അത്യാവശ്യമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞു. ആ സമയത്ത് വലിയ സന്തോഷത്തിൽ രവിയേട്ടൻ പോകാൻ ഇറങ്ങുക. ഇപ്പൊ മധുസൂദനൻ സാർ എന്നെ വിളിച്ചായിരുന്നു, ഞാനൊന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ചന്ദ്രമതി വന്നു. അപ്പൊ ചന്ദ്രമതിയോട് പറഞ്ഞു. കാര്യം എന്താന്ന് ചോദിച്ചപ്പോ കാര്യം പറഞ്ഞില്ല, നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. പെൻഷൻ മിക്കവാറും സാങ്ഷൻ ആയി കാണും, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിനായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കാം. അങ്ങനെ അതും പറഞ്ഞ് രവിയേട്ടൻ പോവുകയാണ്. അങ്ങനെ രവിയേട്ടൻ അതൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോണു. ചന്ദ്രമതി ആണെങ്കിൽ വലിയ പ്രതീക്ഷയിൽ അവിടെ അങ്ങനെ നിൽക്കുന്നു. എന്തെങ്കിലും ഒരു വഴി ആകുമല്ലോ എന്ന് പ്രതീക്ഷിച്ച്. അതേ സമയത്ത് ഈ സാറിന്റെ വീട്ടിലേക്ക് നമ്മുടെ രവിയേട്ടൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് പാവം അറിയുന്നില്ലല്ലോ. രവീന്ദ്രനോ കയറി വാ എന്നും പറഞ്ഞ് വിളിച്ചു. അകത്തേക്ക് വിളിച്ച് അപ്പോൾ അകത്തേക്ക് കയറി ചെന്നു. സോറി സാറിനോട് ക്ഷമിക്കണം, രാവിലെ വന്നപ്പോ ഞാൻ കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചു, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ രവീന്ദ്രന്റെ മകൻ സച്ചി ചെറിയ പ്രായത്തില് ദുർഗല പരിഹാര പാഠശാലയിൽ കഴിഞ്ഞിരുന്നല്ലേ എന്ന് ചോദിച്ചപ്പം അതെന്തിനാ സാറിപ്പോ അത് ചോദിക്കുന്നേ, അവൻ കുറെ കാലം അവിടെ കഴിഞ്ഞിട്ടും ഒന്നും പഠിച്ചിട്ടില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എന്താ സാർ സച്ചിയെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. ഇപ്പോ അവനല്ലല്ലോ നമ്മുടെ വിഷയം എന്നിങ്ങനെ പറഞ്ഞപ്പോ അവൻ തന്നെയാണ് വിഷയം എന്ന് പറഞ്ഞു. ഭാര്യയും വന്നു. നിങ്ങളുടെ മോൻ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ, അവന്റെ കളി ഞങ്ങളോട് വേണ്ട, അപ്പൊ അവൻ എന്ത് ചെയ്തെന്നാ നിങ്ങൾ ഈ പറയുന്നേന്ന് ചോദിച്ചു. അവനോട് വന്ന് കാല് പിടിക്കാൻ പറഞ്ഞതിന് അവൻ പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്ന് ചോദിച്ചു. അതും ഞങ്ങളുടെ മോളോട് പ്രതികാരമോ, എനിക്കൊന്നും മനസ്സിലായില്ല. തന്റെ മോൻ സച്ചി എന്റെ മോളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി അപമാനിച്ച് അവളിൽ നിന്ന് കാശും വാങ്ങിച്ചു എന്ന് പറഞ്ഞു. ഹേയ്, എന്റെ മോൻ സച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. രവിയേട്ടൻ പറഞ്ഞു. ചെയ്തു. എപ്പ ചെയ്തെന്നേ പറഞ്ഞത്? ഇന്ന് രാവിലെ എന്റെ മോള് വർക്കിന് പോകുമ്പോ അവൻ തടഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു. അയ്യോ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? സച്ചി അതിന് സ്ഥലത്തില്ലല്ലോ, അവനും ഭാര്യയും എന്റെ അമ്മ വീട്ടിൽ പോയിരിക്കുക. അപ്പൊ കള്ളം പറയല്ലേ രവീന്ദ്ര എന്ന് പറഞ്ഞപ്പോ സത്യം സാർ ഞാൻ ഈ പറയുന്നത്, സച്ചി ഈ നാട്ടിലില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ വണ്ടി നമ്പർ എടുത്ത് കാണിച്ചു കൊടുത്തു. ആ സമയം ഞാൻ RTO ഓഫീസിൽ അന്വേഷിച്ചപ്പോ ബൈക്കിന്റെ ഉടമയെയും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. ആദ്യം അവൻ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഇപ്പൊ എന്റെ മകളെയും. വിടില്ല ഞാൻ അവനെന്ന് പറഞ്ഞപ്പോ സാർ വണ്ടി അവന്റെ തന്നെയാ, പക്ഷേ അവൻ വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കില്ല. കാരണം സാർ ഞാൻ പറഞ്ഞല്ലോ അവൻ ഇവിടെ ഇല്ല. അപ്പൊ മറ്റാരും ആ വണ്ടിയിൽ വന്ന് ഉപദ്രവിച്ചു എന്നാണോ താൻ പറയുന്നതെന്ന് ചോദിച്ചു. വീട്ടിലെന്റെ 2 മക്കൾ കൂടി ഉണ്ട്, ഇനിയിപ്പോ അവരാരെങ്കിലും ബൈക്ക് എടുത്തോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ തന്റെ മറ്റു മക്കളിൽ ആരോ വന്ന് ചെയ്തു എന്നാണോ താൻ പറയുന്നത്? നിങ്ങളുടെ 3 മക്കളും റൗഡികളാണോ എന്നൊക്കെ രവീന്ദ്രനോട് ചോദിച്ചപ്പോൾ എന്റെ മക്കളെ പറ്റി അനാവശ്യം പറയരുതെന്ന് ആ സ്ത്രീയോട് പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ. ഒരു കാരണവുമില്ലാതെ അവർ ആരുടെയും മെക്കിട്ട് കയറാറില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ മക്കൾ എങ്ങനെയുള്ളവരാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ നോക്കിയ സച്ചി വന്ന് ഇദ്ദേഹത്തിനോട് മാപ്പ് പറയണം. എന്റെ മകളോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് നിങ്ങളുടെ ഏത് മകനാണോ
അവൻ വന്ന് എന്റെ മകളോട് മാപ്പ് പറയണം. അപ്പൊ അതിനെ വേറെ ആളെ നോക്കണം മേഡം എന്ന് രവിയേട്ടൻ പറയാം. നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് മാപ്പ് പറയലാണോ എന്റെ മക്കളുടെ പണി? നടക്കില്ലെന്ന് പറഞ്ഞപ്പം രവീന്ദ്ര, തനക്ക് പെൻഷൻ വേണോ വേണ്ടയോ? അതെന്താ, നിങ്ങളുടെ പണം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു തരുന്നത് പോലെയാണല്ലോ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്. ഇത്രയും കാലം വിയർപ്പൊഴുക്കിയതിന്റെ പേരിൽ സർക്കാർ എനിക്ക് തരുന്ന പണം അത് തടഞ്ഞു വെക്കാൻ നിങ്ങളാരുമല്ല. അത് നിങ്ങളുടെ സൗജന്യവും അല്ലെന്നുള്ള കാര്യവും പറഞ്ഞ് രവിയേട്ടൻ ശരിക്കും പറഞ്ഞു. എന്റെ പെൻഷൻ കാശ് എപ്പോൾ കിട്ടും? അത് എത്രയും പെട്ടെന്ന് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം. ഞാൻ പറയാതെ തനിക്ക് പെൻഷൻ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് എവിടുത്തെ ന്യായമാണ് സർ? മക്കൾ വന്ന് കാല് പിടിച്ചാലേ പെൻഷൻ തരുള്ളൂ എന്ന് പറയാനായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്കും എന്ത് അവകാശം ഉള്ളതെന്ന് രവിയേട്ടൻ ചോദിക്കുക. അത് കേട്ടപ്പോൾ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പെൻഷൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ കോടതിയിൽ പോകും, നിയമത്തിന്റെ വഴി തേടും എന്ന് തന്നെ രവിയേട്ടൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുമെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയെന്നും പറഞ്ഞു. താനെന്താടോ എന്നെ പേടിപ്പിക്കുകയാണോ? ഈ കോടതി നിയമം എന്നൊക്കെ പറഞ്ഞോ ഞാനങ്ങ് പേടിക്കുന്നതാ വിചാരിച്ചോ? കയ്യിൽ അധികാരമുള്ളതിന്റെ അഹങ്കാരമൊന്നും സാർ എന്നോട് കാണിക്കണ്ട എന്ന് പറഞ്ഞു. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ദൈവത്തിന് മുന്നിൽ രണ്ടുപേരും തുല്യരാ. നിങ്ങൾ ഉടമയും ഞാൻ അടിമയുമാണെന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണ്ട. എന്നാൽ തനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ താൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രവിയേട്ടനെ പരിഹസിക്കുകയാണ്. ഒരു സാധാരണ ബസ് ഡ്രൈവർ MDക്ക് വേണ്ടി കോടതിയിൽ പോകുക അത്രേ. നമുക്ക് കാണാം ആര് ജയിക്കുമെന്ന്. കാണാം സാർ, എനിക്ക് അർഹതപ്പെട്ട കാശ് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും, സാറ് നോക്കിക്കോളാൻ പറഞ്ഞ രവിയേട്ടൻ ഇയാളെ വെല്ലുവിളിക്കുന്നു. അപ്പൊ രവിയേട്ടൻ പറഞ്ഞു ഓരോ കാര്യങ്ങളും കേട്ട് ഇയാൾ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുവാട്ടോ. എന്റെ മക്കൾ വന്ന് നിങ്ങളുടെ കാല് പിടിക്കണം എന്നുള്ള വ്യാമോഹം ഒന്നും നടക്കാൻ പോണില്ലെന്നൊക്കെ പറഞ്ഞു. നമുക്ക് കാണേണ്ടടുത്ത് വെച്ച് കാണാം എന്ന് തന്നെ പറഞ്ഞിട്ടാണ് നമ്മുടെ രവിയേട്ടൻ അങ്ങ് പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.